നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഷെർലക് ഹോംസ് സീരീസിലെ അടുത്തൊരു അടിപൊളി എപ്പിസോഡാണ്. മുൻപത്തെ എപ്പിസോഡിൽ ഒരു സൈക്കോ കില്ലറെ പിടികൂടുന്ന കഥയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്ത കേസിനായി ഷെർലക് ഹോംസ് വെയിറ്റ് ചെയ്യുകയാണ്. പുതിയ കേസൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തുപറ്റിയടാ, നാട്ടിലെല്ലാവരും നന്നായിപ്പോയോ? നമുക്കൊരു കേസ് പോലും വരുന്നില്ലല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ് ഹോംസ്. അങ്ങോട്ട് പോയി കേസ് പിടിക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടുന്നത് ചെറിയ ചെറിയ മോഷണ കേസുകളും മറ്റുമാണ്. ഷെർലക് ഹോംസിന് ചാലഞ്ചിങ് ആയ ഒരു കേസും കിട്ടുന്നില്ല. റൂമിൽ നിന്ന് ഭ്രാന്ത് പിടിച്ച ഷെർലക് തോക്കെടുത്ത് ചുമരിലേക്ക് ചുമ്മാ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുവന്ന വാട്സൺ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് ശരിക്കും വട്ടായോ എന്ന്. സത്യം പറഞ്ഞാൽ കേസൊന്നും വരാത്തതുകൊണ്ട് വാട്സണും ശരിക്കും ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സൺ തന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒറ്റയ്ക്കായ ഹോംസ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചുമ്മാ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷെർലക്കിന്റെ റൂമിൽ ബോംബ് പൊട്ടിയതുപോലെ ഭയങ്കര ശബ്ദത്തിലൊരു സ്ഫോടനമുണ്ടാകുന്നത്. ആ സംഭവം ന്യൂസിലെല്ലാം വരുന്നുണ്ട്. ആ ന്യൂസ് കണ്ട വാട്സൺ ഷെർലക്കിന് അപകടം പറ്റിയോ, എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നറിയാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഷെർലക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരു കസേരയിലിരിക്കുകയാണ്. കൂടെ ചേട്ടൻ മൈക്രോഫ്റ്റുമുണ്ട്. എന്താ ഷെർലക്ക്, ബോംബ് പൊട്ടിയതാണോ എന്ന് വാട്സൺ ചോദിക്കുന്നു. ബോംബൊന്നും അല്ല, അടുത്ത വീട്ടിലെ ഗ്യാസ് ലീക്കായി പൊട്ടിത്തെറിച്ചതാണെന്ന് പറയുന്നു. ഒക്കെ ശരി, നിന്റെ ചേട്ടൻ എന്തു പറയുന്നു എന്നും കൂടി വാട്സൺ ചോദിക്കുന്നുണ്ട്. ഹായ് വാട്സൺ, ഞാൻ ഷെർലക്കിന് ഒരു കേസുമായി വന്നതാണ് എന്ന് മൈക്രോഫ്റ്റ് പറയുന്നു. ആൻഡ്രൂ വിറ്റ്സൺ എന്നൊരാളുടെ ബോഡി റെയിൽവേ സ്റ്റേഷൻ അടുത്തുനിന്നും കിട്ടി. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഓ, അതത്ര വലിയ കേസാണോ? അയാളെ ട്രെയിൻ തട്ടി മരിച്ചതായിരിക്കാം എന്ന് വാട്സൺ പറയുന്നു. അല്ല വാട്സൺ, അയാളെ ട്രെയിൻ തട്ടി മരണപ്പെട്ടതല്ല. കാരണം അയാളുടെ ദേഹത്ത് ഒത്തിരി മുറിവുകളില്ല. ട്രെയിൻ തട്ടിയാൽ തീർച്ചയായും അയാളുടെ ദേഹത്ത് കൂടുതൽ മുറിവ് പറ്റിയിരിക്കണം, അല്ലെങ്കിൽ പല കഷണങ്ങളായിരിക്കണം. പക്ഷെ വളരെ നിസ്സാരം പരിക്കുകൾ പറ്റിയ പാടുകൾ മാത്രമേ അയാളുടെ ദേഹത്തു നിന്നും കാണാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ടുതന്നെ ഇതൊരു കൊലപാതകമായിരിക്കാനാണ് സാധ്യത. കൂടാതെ ആ മരിച്ചവന്റെ കയ്യിൽ ഒരു മെമ്മറി കാർഡുണ്ട്. അതിൽ നമ്മുടെ രാജ്യത്തിന്റെ മിസൈൽ പ്ലാനുകളും പിന്നെ ടോപ്പ് സീക്രട്ടായ പല വിവരങ്ങളുമുണ്ട്. അത് കൈവശപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അവനെ കൊന്നിരിക്കുന്നത്. ആ മെമ്മറി സ്റ്റിക്ക് കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടാൽ രാജ്യത്തിനു തന്നെ ആപത്താണ്. അതുകൊണ്ട് നീ ഈ കേസ് സോൾവ് ചെയ്യണം, ആ മെമ്മറി സ്റ്റിക്കും കണ്ടുപിടിച്ചു തരണമെന്ന് മൈക്രോഫ്റ്റ് പറയുന്നു. ക്ഷമിക്കണം മൈക്രോഫ്റ്റ്, എനിക്ക് ഒത്തിരി കേസുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ബിസിയാണ് എന്ന് ഷെർലക് ഹോംസ് പറയുന്നു. കേസൊന്നുമില്ലാന്നും പറഞ്ഞ് ബോറടിച്ചിരുന്ന് തോക്കെടുത്ത് വെടിവെച്ച് മതിലിന് തുളയിട്ട് കളിക്കുകയായിരുന്നില്ലേ, എന്നിട്ട് ചുമ്മാ പുഴുവടിക്കുന്നു എന്ന് വാട്സൺ ഷെർലക്കിനെ നോക്കി ചിന്തിക്കുന്നു. പക്ഷേ മൈക്രോഫ്റ്റ് വിടുന്ന ലക്ഷണമില്ല. ഇത് നമ്മുടെ ഗവൺമെന്റ് സംബന്ധമായ കേസാണ്, അതുകൊണ്ടുതന്നെ ഇത് നീ ഏറ്റെടുത്തേ പറ്റൂ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും ഷെർലക്കിനൊരു കോൾ വരുന്നു. അത് ഡിറ്റക്റ്റീവ് ഗ്രെക്കിനായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കേസ് വന്നിട്ടുണ്ട്, ഇത് നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, വേഗം അങ്ങോട്ട് വാ എന്ന് പറയാനാണ് ഗ്രെക്ക് വിളിച്ചത്. അടിച്ചുമോനെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞ് ഷെർലക്ക് അങ്ങോട്ടേക്ക് പോവാണ്. വേറെ എവിടെയല്ല, ഷെർലക്കിന്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ ഗ്യാസ് ലീക്കായി ബ്ലാസ്റ്റ് ഉണ്ടായില്ലേ, അവിടേക്കാണ് പോകുന്നത്. ബ്ലാസ്റ്റിൽ കുറേയധികം സാധനങ്ങൾ തകർന്നിരുന്നു, പക്ഷേ ഒരു ഹാർഡ് മെറ്റൽ ബോക്സ് ഉണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ ഷെർലക് ഹോംസ് ഒരു പാക്കറ്റ് കണ്ടു. അതുകൊണ്ടാണ് ഷെർലക്കിനെ വിളിച്ചത്. പതുക്കെ ആ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു പിങ്ക് കളർ മൊബൈൽ ഫോൺ കാണാം. ഇത് മുൻപ് കൊല്ലപ്പെട്ട ആ പിങ്ക് കളർ ഡ്രസ്സിട്ട പെണ്ണിന്റെ തന്നെ മൊബൈൽ ഫോണാണോ എന്ന് ഗ്രെക്ക് ചോദിക്കുന്നുണ്ട്. ഏയ് അല്ല, ഇതൊരു പുതിയ മൊബൈൽ ഫോണാണെന്ന് ഷെർലക് പറയുന്നു. ഇപ്പൊ പ്രശ്നമെന്താന്ന് വെച്ചാൽ, ഗ്യാസ് ലീക്കായി ബ്ലാസ്റ്റായ സ്ഥലത്ത് ഈ പുതിയ മൊബൈൽ ഫോൺ എങ്ങനെ വന്നു? അതിനർത്ഥം ഇതറിയാതെ ഗ്യാസ് ലീക്കായി ബ്ലാസ്റ്റായതല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ മൊബൈൽ ഫോണിൽ നിന്നും 5 ബീപ്പോട് കൂടിയ ഒരു മെസ്സേജ് വരുന്നത്. അത് ഓപ്പണാക്കി നോക്കുമ്പോൾ ഒരു വീടിന്റെ ഇന്റീരിയർ ഫോട്ടോയാണ്. അത് കാണാൻ വളരെ പഴയ മോഡൽ പോലെയുണ്ട്. അപ്പോൾ ഷെർലക് പറയുന്നു, എത്രയും വേഗം ഈ ഫോട്ടോയിലുള്ള വീട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഈ സിറ്റിയിൽ പലയിടത്തും ഇനിയും ബോംബുകൾ പൊട്ടും. അപ്പോൾ വാട്സൺ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്? ഒരു കാരണമില്ലാതെ ആരാണ് എന്തിനാണ് ബോംബ് വെച്ച് പൊട്ടിക്കുന്നത്? അതോ, എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല ഇവിടെ ബോറടിച്ചിരിക്കുന്നത്, വേറെ ആരോ ഒരാൾ വല്ലാതെ ബോറടിച്ചിരിക്കുന്നു. അവന്റെ കളിയാണിതെല്ലാം. അവൻ നമ്മളെ ചലഞ്ച് ചെയ്ത് കളിക്കുകയാണ്. ഓരോ ഗെയിമും നമ്മൾ സോൾവ് ചെയ്ത് മതിയാവൂ എന്ന് ഷെർലക് പറയുന്നു. ഷെർലക് നേരെ
ആ ഫോട്ടോയിൽ കാണിച്ച വീടിനകത്തേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം അതെവിടെയാണെന്ന് ഷെർലക് ഹോംസിന് മനസ്സിലായി. അയാൾ താമസിക്കുന്ന വീടിന്റെ ബേസ്മെന്റിന്റെ റൂമാണത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ജോഡി പഴയ ഷൂ അവിടെ വെച്ചിട്ടുണ്ട്. കോൾ എടുത്തതും അങ്ങേ തലയ്ക്കിൽ നിന്ന് ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ളതൊരു പസിലാണ്. അത് നിങ്ങൾ സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് 12 മണിക്കൂറാണ് അതിനുള്ള സമയം. ഇത് സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്ന് ആ ലേഡി പറയുന്നു. സത്യത്തിൽ ആ ലേഡിയെക്കൊണ്ട് ആരോ പറയിപ്പിക്കുകയാണ്. അവരുടെ കയ്യിലൊരു പേജറുണ്ട്. അത് നോക്കി വായിക്കുകയാണ്. അവനുടെ ശരീരത്തിൽ ബോംബ് ഫിറ്റ് ചെയ്തൊരു കാറിൽ ഇരുത്തിയിരിക്കുകയാണ് കില്ലർ. എന്നിട്ടാണ് അവിടെ കൊണ്ട് കോൾ ചെയ്യിപ്പിച്ചത്. 2 പഴയ ഷൂ തന്നിട്ട് എന്ത് പസിലാണിതെന്ന് ഷെർലക് ഹോംസ് ചിന്തിക്കുന്നു. അദ്ദേഹം ആ ഷൂ ലാബിലേക്കെടുത്ത് അത് ഡീറ്റെയിലായി പരിശോധിക്കുകയാണ്. ആ ഷൂയിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് നോക്കിയാണ് അദ്ദേഹം. അപ്പോഴാണ് ആ ലാബിലെ ടെക്നീഷ്യനായ മോളി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവരുടെ കൂടെ അവരുടെ പുതിയ ബോയ്ഫ്രണ്ടുമുണ്ട്. ഹായ് ഷെർലക്, ഇതാണ് എൻ്റെ ബോയ്ഫ്രണ്ട് ജിം എന്നും പറഞ്ഞ് ജിമ്മിനെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ഷെർലക്കിനെ ഒന്ന് കീറുപിടിപ്പിക്കാൻ കൂടി അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷെർലക് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മോളിയും ജിമ്മും അങ്ങോട്ടേക്ക് നടന്നു വന്ന വഴി അവിടെയുള്ള കുറച്ച് സാധനങ്ങൾ തട്ടി താഴെ വീഴുന്നുണ്ട്. നിലത്ത് വീണ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ആ ടേബിളിൽ വെച്ചിട്ട് ഓക്കെ ബൈ മോളി എന്നും പറഞ്ഞ് ജിം അവിടെ നിന്ന് പോകുന്നു. അവൻ പോയതിനു ശേഷം മോളി ഷെർലക്കിനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എൻ്റെ ബോയ്ഫ്രണ്ട്, സൂപ്പറല്ലേ എന്ന്. ആള് സൂപ്പറാണ്, പക്ഷെ അവന് നിന്നേക്കാൾ കൂടുതൽ എന്നെയാണ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്ന് ഷെർലക് പറയുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് മോളി ചോദിക്കുന്നു. അതോ, നോർമലി പെണ്ണുങ്ങൾ തലകഴുകി ചെയ്യുന്നതും ആണുങ്ങൾ തലകഴുകി ചെയ്യുന്നതും തമ്മിൽ കൊഴ വ്യത്യാസങ്ങളുണ്ട്. അവൻ പെണ്ണുങ്ങളുടെ സ്റ്റൈലിലാണ് തല ചീവിയിരിക്കുന്നത്. കൂടാതെ അവൻ്റെ ദേഹത്ത് മൊത്തം പെണ്ണുങ്ങളുടെ ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെയർ ആൻഡ് ലവ്ലി അത് ഇത് അങ്ങനെ കുറേ. അതിൻ്റെയൊന്നും സ്മെല്ല് നിനക്ക് വന്നില്ല എന്ന് ഷെർലക് ചോദിക്കുന്നു. കൂടാതെ ഐബ്രോ ട്രിം ചെയ്തിട്ടുണ്ട്, കണ്ണ് എഴുതിയിട്ടുണ്ട്, ചുണ്ടിൽ ലിപ്സ്റ്റിക് വരെ ഇട്ടിട്ടുണ്ട്. കൂടാതെ അവന് നിന്നേക്കാൾ കൂടുതൽ എന്നെയാണ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ കുറഞ്ഞ ടൈം കൊണ്ട് അവൻ എന്നെ വരെ വളയ്ക്കാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അവനൊരു ഗേ ആണോ എന്നുകൂടി ഷെർലക് സംശയം പറയുന്നു. ഇത് കേട്ടതും ദേഷ്യം വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നതെന്ന് മോളി ചോദിക്കുന്നു. ഞാൻ നുണയല്ല പറഞ്ഞത്, തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൻ സാധനങ്ങൾ താഴെ തട്ടിയിട്ടിട്ട് അതെടുത്തു വെച്ചില്ലേ, ആ കൂട്ടത്തിൽ അവന്റെ നമ്പറും ഇവിടെ വെച്ചിട്ടാണ് പോയത്, വേണമെങ്കിൽ നോക്കൂ എന്നും പറഞ്ഞ് അവൻ വച്ചിട്ടു പോയ കാർഡെടുത്ത് ഷെർലോക്ക് കാണിക്കുന്നു. ഇത് കണ്ടതും ദേഷ്യം വന്ന് മോളി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഒരു പ്രണയബന്ധത്തെ മുളയിൽ നുള്ളി എന്നും പറഞ്ഞ് ഷെർലോക്ക് ചിരിക്കുന്നു. ഓക്കെ വാട്സൺ, ഇങ്ങോട്ട് വാ, ഈ ഷൂ ആണ് നമ്മുടെ പസിൽ. ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നു. വാട്സൺ ആ ഷൂ എടുത്തു നോക്കിയിട്ട് പറയുന്നു, ഇതൊരു നല്ല ഷൂ, ഇതൊരു പഴയ ഷൂ, ഇതിലെന്തോ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയവരാരും ചെയ്യില്ല, അപ്പോൾ ഇത് കുട്ടികളുടെ ആരെങ്കിലും ഷൂ ആയിരിക്കും. എനിക്കും ഇത്രയൊക്കെ തോന്നിയുള്ളൂ ഷെർലോക്ക്. എനിക്ക് തോന്നുന്നു നിനക്കും അത്ര തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. കാരണം ഇത് വെറും ഒരു ഷൂ അല്ലേ എന്ന് വാട്സൺ പറയുന്നു. ഓഹോ, അങ്ങനെയാണോ എന്നും പറഞ്ഞ് ഷെർലോക്ക് ആ ഷൂ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, ഇതൊരു പഴയ ഷൂ ആണ്. പക്ഷെ ആരോ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഷൂവിന്റെ ലേസ് ഏകദേശം 3 ദിവസം മുമ്പാണ് മാറിയിരിക്കുന്നത്. കാരണം ലേസ് മാത്രം പുതിയതാണ്. കൂടാതെ ഇതിന്റെ ഓണർ ആരാണെന്നറിയില്ല. പക്ഷേ ഉടമസ്ഥന് എക്സിമ എന്ന ചർമ്മരോഗമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ വരണ്ട പൊഴിഞ്ഞുപോകുന്ന ചർമ്മമാണുള്ളത്. അവൻ സസക്സൻ എന്ന ഗ്രാമത്തിൽ നിന്ന് ലണ്ടനിലേക്ക് വന്നതാണ് എന്ന് ഷെർലോക്ക് പറയുന്നു. അതെങ്ങനെ വെറുമൊരു ഷൂ വെച്ച് ഇതിന്റെ ഓണർക്ക് അങ്ങനത്തെ ഒരു ചർമ്മരോഗമുണ്ടെന്നും അയാൾ വന്നത് സസക്സൻ എന്ന ഗ്രാമത്തിൽ നിന്നാണെന്നുമെല്ലാം പറയാൻ പറ്റുന്നത് എന്ന് വാട്സൺ ചോദിക്കുന്നു. അതോ, ഞാൻ ഈ ഷൂ ഡീറ്റെയിലായി മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചിരുന്നു. അപ്പോൾ ആ ഷൂവിൽ അടർന്നു വീണ ചർമ്മത്തിന്റെ ഭാഗങ്ങൾ കാണാൻ പറ്റിയിരുന്നു. അത് എക്സിമ എന്ന രോഗത്തിന്റെ ലക്ഷണമാണ്. ഓക്കെ, ഇതൊക്കരെക്കുറെ സമ്മതിക്കാം. പക്ഷെ അയാൾ വന്നത് സസെക്സൻ എന്ന ഗ്രാമത്തിൽ നിന്നാണെന്നെങ്ങനെ പറയാൻ കഴിഞ്ഞുവെന്ന് വാട്സൺ ചോദിക്കുന്നു. അതോ, ഞാൻ ആ ഷൂവിന്റെ സോളും മറ്റ് ഭാഗങ്ങളും സൂക്ഷ്മമായി മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണിന്റെ ഘടന മനസ്സിലാക്കി അത് ലണ്ടൻ നഗരത്തിലെ മണ്ണ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ ആ ഷൂവിൽ മണ്ണ് മാത്രമല്ല, കുറേയധികം പൂമ്പൊടികൾ, അതും ഒരു പ്രത്യേകതരം പൂവിന്റെ പൂമ്പൊടികൾ അഥവാ പോളൻസ് ധാരാളമായി കണ്ടിരുന്നു. ആ ടൈപ്പ് പൂവ് വളരുന്നതും കാണപ്പെടുന്നതും സസെക്സൻ ഗ്രാമത്തിൽ മാത്രമാണ് എന്ന് ഷെർലോക്ക് ഹോംസ് പറയുന്നു. അപ്പോൾ ഈ ഷൂവിന്റെ ഉടമ എന്തായാലും സസെക്സനിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഷൂവിന് ഏകദേശം 20 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന കേസിനും 20 വർഷം പഴക്കമുണ്ടാകാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് ഷെർലോക്കിന് ഒരു കാര്യം ഓർമ്മയിൽ തെളിഞ്ഞു വന്നത്. ചെറുപ്പത്തിലെ ഒരു വാർത്ത വായിച്ച ഒരു ഓർമ്മ. വർഷങ്ങൾക്ക് മുമ്പ് സസെക്സൺ എന്ന ഗ്രാമത്തിൽ നിന്നും കോറൽ പാവൽസൺ എന്ന ഒരു കുട്ടി നീന്തൽ മത്സരത്തിനായി ലണ്ടനിലേക്ക് വന്നതാണ്. മത്സരം ആരംഭിച്ച് നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പയ്യൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടുപോയിരുന്നു. ആ മരിച്ചുപോയ പയ്യന്റെ ഷൂ ആണിത്. അതൊരു കൊലപാതകമല്ല, അതിലൊരു മിസ്റ്ററിയുമില്ല. പിന്നെ എന്ത് പസലാണിത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഷെർലക് ഹോംസിന്റെ ചേട്ടൻ മൈക്രോഫ്റ്റ് വരുന്നത്. ഞാൻ പറഞ്ഞ കേസ് എന്തായെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തു പറയണമെന്നറിയാതെ ഷെർലോക്ക് വാട്സണിനോട് പറയുന്നു, നീ പോയി മൈക്രോഫിന്റെ കയ്യിൽ നിന്നും ആ കേസിന്റെ ഫയലുകളെല്ലാം എടുത്തിട്ട് വരാൻ. ഇത് കേട്ടതും ഒരു വലിയ ഡിറ്റക്റ്റീവ് പോലെ ഡ്രസ്സെല്ലാം ധരിച്ച് വാട്സൺ മൈക്രോഫിന്റെ അടുത്തുപോയി ഫയൽസ് എല്ലാം വാങ്ങുന്നു. കില്ലർ തന്നിരിക്കുന്ന സമയം തീരാൻ ഇനി കുറച്ചുനേരം മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഈ പസിൽ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിരിക്കണം എന്ന് ചിന്തിച്ച് തിരിച്ചും മറിച്ചും ആ ഷൂ പരിശോധിക്കുകയാണ് ഷെർലോക്ക്. കോറൽ പാവസൺ എന്നൊരു കുട്ടി സാസെഗൺ ഗ്രാമത്തിൽ നിന്നും നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാനായി ലണ്ടനിലേക്ക് വന്നതാണ്. അവന് ചർമ്മം പൊഴിഞ്ഞു പോകുന്ന രോഗമുള്ളതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ സ്കിൻ ക്രീം ഉപയോഗിച്ചുണ്ടായിരുന്നു. ആ രോഗമുള്ളതുകൊണ്ട് തന്നെ അവന്റെ ചർമ്മം പൊഴിഞ്ഞ് ആ ഷൂവിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചർമ്മം മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ ആ ചർമ്മത്തിൽ പോയ്സൺ ഉള്ളതായി കണ്ടെത്തി. ആ പോയ്സൺ വന്നിരിക്കുന്നത് ആ ക്രീമിലൂടെയാണ്. അപ്പോൾ ആരോ ഒരാൾ ആ ക്രീമിൽ വിഷം കലർത്തി വെച്ചിരുന്നു. അതറിയാതെ അത് പുരട്ടി നീന്തൽ മത്സരത്തിനിറങ്ങിയ ആ കുട്ടി മരണപ്പെട്ടു. അവിടെ കണ്ടുനിന്ന ആളുകൾ വിചാരിച്ചത് അവൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെന്നാണ്. പക്ഷെ അതൊരു യഥാർത്ഥത്തിൽ കൊലപാതകമായിരുന്നുവെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. അപ്പോൾ അതാണ് നമുക്ക് തന്നിരുന്ന പസിൽ. ഈ വിവരം ഉടനെ ഹോംസിന്റെ സയൻസ് ഓഫ് ഡിറ്റക്ഷൻ എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തതും ഉടനെ തന്നെ കില്ലർ പിടിച്ചുവെച്ച ആ ലേഡിയുടെ പക്കൽ നിന്നും കോൾ വരുന്നു. വെൽഡൻ ഷെർലോക്ക്, ഞാൻ ഈ അഡ്രസ്സിലാണുള്ളതെന്നും എന്നെ വന്ന് രക്ഷിക്കൂ എന്നും പറയുന്നു. ഉടനെ പോലീസും ബോംബ് സ്ക്വാഡും അവിടെ എത്തി അവരെ രക്ഷിക്കുന്നു. ഒരുവിധം ആശ്വാസമായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും ആ പിങ്ക് കളർ മൊബൈലിൽ ഒരു 4 ബീപ്പോടുകൂടി ഒരു മെസ്സേജ് വരുന്നത്. അതൊരു കാറിന്റെ ഫോട്ടോ ആയിരുന്നു. ഉടനെ പുറകെ ഒരു കോളും വന്നു. തൊട്ടുമുമ്പ് ആ സ്ത്രീയെ പിടിച്ചുവെച്ചതുപോലെ ഇത്തവണ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുവെച്ചിരിക്കുകയാണ്. ആ പെണ്ണിന്റെ പോലെ അവനും ഭയന്നുകൊണ്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. അവന്റെ ദേഹത്തും ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൻ മൊബൈലിലൂടെ പറയുന്നു, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത ഒരു ഫോട്ടോ ഇല്ലേ, അതാണ് പസിൽ. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് 8 മണിക്കൂറാണുള്ളത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഒട്ടും സമയം കളയാതെ ഷെർലോക്ക് ആ പസിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വേഗം ആ കാറിന്റെ ഫോട്ടോ ഡിറ്റക്റ്റീവ് ഗ്രെക്കിന് ഷെയർ ചെയ്യുന്നു. അയാൾ പോലീസ് ആയതുകൊണ്ടുതന്നെ ആ കാറിന്റെ ലൊക്കേഷൻ പെട്ടെന്ന് കണ്ടെത്തുന്നു. അതൊരു റെന്റ് കാറാണ്. ആ കാർ യേൺ എന്നൊരാളാണ് വാടകയ്ക്കെടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്. ഉള്ളിൽ ചെക്ക് ചെയ്തപ്പോൾ ധാരാളം രക്തപാടുകൾ കണ്ടു. അത് യേണിന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. ഇത്രയധികം രക്തം പോയിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അയാളുടെ ബോഡി കാണുന്നില്ല. ഷെർലക് ആ കാർ മാത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കാർഡ് ലഭിക്കുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാനായി വാട്സനും അതീവ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ഷെർലക് നേരെ പോകുന്നത് തൊട്ടടുത്തളി നിൽക്കുന്ന യേണിന്റെ ഭാര്യയുടെ അടുക്കിലേക്കാണ്. അയാളുടെ രക്തപാടുകൾ കാറിലുണ്ട്. പക്ഷേ മരിച്ചോ ഇല്ലയോ എന്നറിയില്ല. കാരണം ബോഡി കിട്ടിയിട്ടില്ല. അവളോട് കുറച്ച് സംസാരിക്കണം. എന്തെങ്കിലും കൂടുതൽ വിവരം കിട്ടുമോ എന്ന് നോക്കാമെന്ന് കരുതി അവളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ അവൾ പറയുന്നു, സോറി, എനിക്കിനി ആരോടും സംസാരിക്കാൻ വയ്യ. ഞാനിപ്പോൾ തന്നെ വിവരങ്ങളെല്ലാം 2 പോലീസ് പേരോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളും വന്ന് തന്നെ ചോദ്യം ചെയ്യുകയാണോ എന്നവൾ ചോദിക്കുന്നു. ഇത് കേട്ടതും ഷെർലക് ഹോംസ് പ്ലേറ്റ് മാറ്റുന്നു. അയ്യോ മാഡം, ഞാൻ പോലീസൊന്നുമല്ല. ഞാൻ യേണിന്റെ ഒരു കൂട്ടുകാരനാണ്. യേണിനിങ്ങനെ സംഭവിച്ചതോർത്ത് എനിക്ക് വളരെ വിഷമമുണ്ട്. എനിക്കതോർത്തിട്ട് മനസ്സിന് താങ്ങാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് നൈസായി കണ്ണു നിറച്ച് കരയുന്നതുപോലെ ആക്ട് ചെയ്യുന്നു. ഈ അഭിനയം കണ്ട് വാട്സനും ഞെട്ടിപ്പോകുന്നു. അങ്ങനെ നൈസായി അഭിനയിച്ച് അവളിൽ നിന്നും കുറേ വിവരങ്ങൾ ശേഖരിക്കുന്നു. യേൺ കുറേ നാളുകളായി കുറച്ച് ടെൻഷനിലായിരുന്നു എന്നും മനസ്സിലാക്കുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നു. യേണിന്റെ ഭാര്യ അയാൾ മരിച്ചുപോയതുപോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കാനായി പോലീസിനും വേറെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അവരത് സ്ഥിരീകരിച്ച പോലെയാണ് സംസാരിക്കുന്നത്. അതിൽ നിന്നും അവരെന്തോ ഒളിക്കുന്നുണ്ടെന്ന് ഷെർലക്കിന് മനസ്സിലായി. അടുത്തതായി ഷെർലക് പോകുന്നത് ആ കാറിൽ നിന്ന് ലഭിച്ച കാർഡിന്റെ പുറകെയാണ്. ആ കാർഡ് ജേനസ് കാർ എന്ന കമ്പനിയുടേതായിരുന്നു. അവിടെ നിന്നുമാണ് യേൺ ആ കാർ വാടകയ്ക്കെടുത്തുകൊണ്ടുപോയത്. ഷെർലക് നേരെ ആ കമ്പനിയിൽ പോയി കാര്യങ്ങൾ തിരക്കുമ്പോൾ അവിടുത്തെ കമ്പനിയുടെ ഓണർ പറയുന്നു,
ഇങ്ങനെയൊരാൾ വന്നു കാർ വാടകയ്ക്കെടുത്തുകൊണ്ടുപോയി, അല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന്. ഷെർലക് വേഗം ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടാകുമോ? എനിക്ക് പുറത്തുള്ള സിഗരറ്റ് മെഷീനിലിടാൻ വേണ്ടിയാണ് എന്നും പറഞ്ഞു ഷെർലക് ചേഞ്ച് ചോദിക്കുന്നു. അപ്പോൾ അയാളുടെ പേഴ്സ് എടുത്തു നോക്കിയിട്ട്, സോറി, എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുന്നു. ഓക്കെ, സാരമില്ലെന്ന് പറഞ്ഞ് ഷെർലക് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ വാട്സൺ ചോദിക്കുന്നുണ്ട്, തുമ്പു വലുതും കിട്ടിയോ എന്ന്. ഉള്ളിലിരിക്കുന്നവൻ എന്തോ ഒളിക്കുന്നുണ്ട് എന്ന് ഷെർലക് പറയുന്നു. ഷെർലക് നേരെ ലാബിലേക്കാണ് പോകുന്നത്. കിട്ടിയ തെളിവുകളെല്ലാം ഡീറ്റെയിൽ ആയി പരിശോധിക്കുകയാണ്. അവിടുന്ന് ലഭിച്ച ഏണിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെർലക്കിന് എന്തോ മനസ്സിലാവുന്നത്. അപ്പോൾ ഷെർലക്കിന് ഒരു കോൾ വരുന്നു. ജെയ്നസ് കാർസ്, അതാണ് നിങ്ങളുടെ ക്ലൂ എന്നും പറഞ്ഞ് ഡിസ്കണക്റ്റ് ആവുന്നു. ആ ക്ലൂ കിട്ടിയ നിമിഷം തന്നെ ഷെർലക് ആ പസിൽ സോൾവ് ചെയ്യുന്നു. അത് കേട്ടതും ഗ്രെഗും വാട്സനും ആകാംക്ഷയോട് ചോദിക്കുന്നു, നീ എങ്ങനെ ആ കേസ് സോൾവ് ചെയ്തതെന്ന് പറയാൻ. അപ്പോൾ ഷെർലക് പറയുന്നു, ജെയ്നസ് കാർസ്, അതാണ് നമ്മുടെ ക്ലൂ. ജെയ്നസ് എന്നുള്ളത് ഒരു റോമൻ ഗോഡാണ്. ആ ദൈവത്തിന് 2 മുഖങ്ങളുണ്ട്, ഒരു ഭൂതകാലത്തിന്റെ മുഖവും ഒരു ഭാവികാലത്തിന്റെ മുഖവും. ആരംഭങ്ങളുടെയും അവസാനങ്ങളുടെയും വാതിലുകളുടെയും മാറ്റങ്ങളുടെയും ദേവൻ. എന്താടാ ജെയ്നസ് എന്നാൽ ഗോഡ് വന്ന് ഏണുക പിടിച്ചുകൊണ്ടുപോയോ? നീ എന്താ മന്ത്രവാദിയുടെ പോലെ സംസാരിക്കുന്നതെന്ന് വാട്സൺ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു തീർന്നില്ല വാട്സൺ, മുഴുവനും കേൾക്കൂ. ഏണിന്റെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കുറേ നാളുകളായി ഏൺ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനിലുമായിരുന്നു. അവന് പെട്ടെന്ന് കുറേയധികം പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അത് ജോലിയെടുത്ത് സമ്പാദിക്കാൻ വർഷങ്ങൾ കുറേ വേണ്ടിവരും. അതുകൊണ്ട് അവനൊരു കുറുക്കുവഴി നോക്കിയതാണ്. ഇൻഷുറൻസ് വഴി പണം തട്ടാൻ വേണ്ടിയാണ് അവൻ മരിച്ചതായി വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഏൺ മരിച്ചതായി നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ അവന്റെ ഭാര്യ അവൻ മരിച്ചുവെന്ന് ഏതാണ്ട് ഉറപ്പിച്ച പോലെയാണ് നമ്മളോട് സംസാരിച്ചത്. കാരണം ഏൺ മരിച്ചുപോയെന്ന് വരുത്തി തീർത്താലേ അവർക്ക് ഇൻഷുറൻസ് തുക ലഭിക്കുകയുള്ളൂ. സത്യത്തിൽ ഏൺ മരിച്ചുപോയിട്ടില്ല. അവൻ വേറെ ഏതോ രാജ്യത്തേക്ക് കടന്നുകളഞ്ഞതാണ്. അതിനെ സഹായിച്ചതാകട്ടെ ജെയ്നസ് കാർസിന്റെ മുതലാളിയാണ്. കാരണം ഞാനവനെ കണ്ട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു കുഴപ്പം ഫീൽ ചെയ്തിരുന്നു. പിന്നെ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അവന്റെ മുഖം വേറൊരു കളറിലും ബോഡി വേറൊരു കളറിലുമായിരുന്നു. അതിനർത്ഥം മുഖം നല്ല വെയിലേറ്റ് കളർ ചേഞ്ച് ആയതാണ്. ബാക്കി ഭാഗം ഡ്രസ്സുള്ളതുകൊണ്ട് അധികം വെയിലേക്കാത്തതുകൊണ്ടാണ് കളർ ചേഞ്ച് ആവാഞ്ഞത്. വെയിൽ അധികമായ സ്ഥലത്ത് പോയാൽ അങ്ങനെ സംഭവിക്കും. ലണ്ടനിലെ കാലാവസ്ഥ വെച്ചിപ്പോൾ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. അവൻ വേറെ ഏതോ പുറംരാജ്യത്തെ ട്രിപ്പ് പോയി വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അവന്റെ കൂടെ തന്നെയായിരിക്കും ഏണും പോയിട്ടുണ്ടാവുക. നീ എന്താ പറയുന്നത്? അപ്പോ കാറിനുള്ളിൽ ഏണിന്റെ ബ്ലഡാണോ ഉണ്ടായിരുന്നത് എന്ന് വാട്സൺ ചോദിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ പുറംരാജ്യത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്? കാറിൽ ബ്ലഡുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഏൺ രാജ്യം വിടുന്നതിന് മുമ്പ് തന്നെ അവന്റെ ബ്ലഡ് എടുത്തിരുന്നു. ആ ബ്ലഡ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിരുന്നു. അവൻ ഈ രാജ്യത്ത് കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ആ ബ്ലഡ് കാറിൽ ഒഴിച്ചിരിക്കുന്നത്. എല്ലാം പക്കയായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏൺ മരിച്ചു എന്ന് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം വേണം അവർക്ക് ഇൻഷുറൻസ് പണം തട്ടിയെടുക്കാൻ. അത് മിക്കവാറും ജെയ്നസ് കാറിന്റെ MDയും പിന്നെ ഏണിന്റെ വൈഫും വീതിച്ചെടുക്കും. ഒരു പ്രയാസമില്ലാതെ ഏണിന്റെ കടബാധ്യതകളെല്ലാം തീരും. അതിനുശേഷം ഏൺ കൊളംബിയയിൽ സുഖമായി ജീവിക്കുമെന്ന് ഷെർലക് പറയുന്നു. ഇത് കേട്ടതും ഏൺ കൊളംബിയയിലുണ്ടെന്ന് നീ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് ഡിറ്റക്റ്റീവ് ഗ്രെഗ് ചോദിക്കുന്നു. അതോ, ജെയ്നസ് കാറിന്റെ MDയെ കാണാൻ പോയിരുന്നപ്പോൾ ഞാൻ അയാളോട് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അയാൾ അയാളുടെ പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ അതിൽ 20,000 കൊളംബിയൻ പിസോ കറൻസിയുടെ ഒരു നോട്ട് കണ്ടിരുന്നു. അതിനർത്ഥം അയാൾ കൊളംബിയയിൽ പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അവിടെ തന്നെയാകും ഏണും ഉണ്ടാകാൻ സാധ്യത എന്ന് ഷെർലക് പറയുന്നു. അതുകൊണ്ട് ഇൻഷുറൻസ് തുക വെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫേക്ക് കേസായിരുന്നു ഇതെന്ന് തന്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഷെർലക്കിന് കോൾ വരുന്നു. ഞാൻ ഈ അഡ്രസ്സിലുണ്ട്, എന്നെ രക്ഷിക്കുക എന്നും പറഞ്ഞ് ആ കില്ലർ പിടിച്ചുവെച്ച പയ്യന്റെ പക്കൽ നിന്നാണ് കോൾ വന്നത്. ഉടനെ തന്നെ അയാളെ പോലീസ് രക്ഷിക്കുന്നു. അങ്ങനെ ആ കേസും സോൾവ് ചെയ്തു എന്നും പറഞ്ഞ് വാട്സനും ഷെർലക്കും ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ ഉടനെ 3 ബീപ്പോടുകൂടി അടുത്ത മെസ്സേജ് വരുന്നു. അതൊരു ലേഡിയുടെ ഫോട്ടോയായിരുന്നു. ആരാന്ന് ഷെർലക് ചോദിക്കുമ്പോൾ വാട്സൺ പറയുന്നു, ഇതാരാ നിനക്കറിയില്ലേ? ഇവരെ എനിക്കറിയാം. ഇവരുടെ പേരാണ് കോണി പ്രിൻസ്. ടിവിയിലെല്ലാം ഉണ്ട്, എനിക്കറിയാം. നീ ടിവിയൊക്കെ കാണുമോ എന്ന് ഷെർലക് ചോദിക്കുന്നു. റെസ്റ്റോറൻറ്റിൽ TV വെക്കുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോണി പ്രിൻസ് മരിച്ചുപോയിരിക്കുന്നു. ഉടനെ ഷെർലക്കിന് കോൾ വരുന്നു. ഇപ്രാവശ്യം ഒരു കണ്ണു കാണാത്ത ഒരു അമ്മൂമ്മയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കേസ് തീർക്കാൻ വെറും 12 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് കോൾ കട്ടാവുന്നു. ഷെർലക് അങ്ങനെ മരിച്ചുപോയ കോണി പ്രിൻസിന്റെ പിന്നാലെ പോവുകയാണ്. അവർ മരിച്ചുപോയ കാരണം എന്താണെന്ന കയ്യിലൊരു മുറിവുണ്ട്. മുറിവ് ഇൻഫെക്ഷനായാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഷെർലക് പറയുന്നു, ഈ കയ്യിലെ മുറിവ് കാരണം ഇൻഫെക്ഷനായി ഇങ്ങനെ മരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇത് ഈ അടുത്തായി ഉണ്ടായ മുറിവാണ്. അങ്ങനെ മുറിവിലൂടെ ഇൻഫെക്ഷൻ കയറി ബാക്ടീരിയ അകത്തുപോയി മരണപ്പെടണമെങ്കിൽ മിനിമം 6 ദിവസമെങ്കിലും പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ മുറിവ് വഴിയല്ല ബാക്ടീരിയ അകത്ത് പോയിരിക്കുന്നത്, വേറെ എങ്ങനെയാണ്.
അവരുടെ ബോഡി മൊത്തം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ദേഹത്ത് ചെറിയ ചെറിയ പോറലുകൾ പോലെയുണ്ട്. പിന്നെ ചെറിയ ചെറിയ വട്ടത്തിലെ പാടുകളുമുണ്ട്. അപ്പോൾ ഷെർലക് പറയുന്നു, വാട്സൺ, നീ പോയി ഈ കോണി പ്രിൻസിന്റെ ബ്രദറിനെ കണ്ട് കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് വരാൻ. സാധാരണ ഷെർലക്കാണ് പോകുന്നത്. ഇപ്രാവശ്യം വാട്സനെ തന്നെ വിട്ടിരിക്കുകയാണ്. വാട്സൺ അവിടെ പോയി കാര്യങ്ങൾ തിരക്കുന്ന ഇടയിലാണ് ആ വീട്ടിലൊരു പൂച്ച ഉണ്ടെന്നും ആ പൂച്ചയുടെ നഖത്തിന് വല്ലാത്തൊരു സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂച്ചയിൽ നിന്നായിരിക്കാം ഇൻഫെക്ഷൻ ആയിരിക്കുന്നതെന്ന് വാട്സൺ ചിന്തിക്കുന്നു. ഉടനെ വാട്സൺ ഷെർലക്കിന് കോൾ ചെയ്തിട്ട് പറയുന്നു, വേഗം ഇങ്ങോട്ട് വാ, ഞാൻ ഈ കേസ് തെളിയിച്ചുവെന്ന്. ഷെർലക്ക് വരുമ്പോൾ വാട്സൺ വലിയ ആവേശത്തോടെ പറയുന്നു, ആ പൂച്ചയുടെ നഖത്തിൽ നിന്നും വന്ന ഇൻഫെക്ഷനാണത്. ആ പൂച്ചയെ ഭയങ്കര സ്മെല്ലുണ്ട് എന്ന്. വാട്സൺ, പൂച്ചയുടെ അകത്തുനിന്ന് ഇൻഫെക്ഷനായി അവർ മരിക്കാൻ ഒരു സാധ്യതയുമില്ല. കൂടാതെ ഇവർ വീടെല്ലാം വളരെ നന്നായാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായും വളരെ ഹൈജീനായിരിക്കും. അവർ മരിച്ചിരിക്കുന്നത് ഇൻഫെക്ഷനായി തന്നെയാണ്. പക്ഷേ അവരുടെ ദേഹത്തുള്ള ചെറിയ ചെറിയ വട്ടത്തിലെ പാടുകൾ നീ കണ്ടില്ലേ? അത് സൗന്ദര്യം നിലനിർത്താൻ ബോട്ടാക്സ് ചെയ്തതിന്റെ പാടുകളാണ്. ആ ഇഞ്ചക്ഷൻ ഡോസ് കൂടിയാണ് അവർ മരണപ്പെട്ടിരിക്കുന്നത്. ആ മരണ ഇൻഫെക്ഷനാണെന്ന് വരുത്തിത്തിരുക്കാൻ വേണ്ടിയാണ് കയ്യിലെ മുറിവ് വരുത്തിയിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് മിക്കവാറും അവർ അവളുടെ സഹോദരനും അല്ലെങ്കിൽ സഹോദരന്റെ കൂടെയുള്ള വേലക്കാരനും ആയിരിക്കണം. ഈ വിവരങ്ങളെല്ലാം എനിക്ക് ആ ബോഡി അനലൈസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായതാണ്. പക്ഷെ നമ്മൾക്ക് മുൻപിൽ ഇനിയും സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചുമ്മാ അന്വേഷിക്കാൻ നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടത്. നമ്മൾക്ക് മുന്നിൽ കൂടുതൽ സമയമുണ്ടല്ലോ. നമ്മൾ നേരത്തെ ഈ വിവരം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ അടുത്ത വരാൻ പോകുന്ന പണി ഇതിലും വലിയ പസിലായിരിക്കും. അതും തീരെ സമയം കുറച്ചായിരിക്കും അടുത്തതായി തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് 12 മണിക്കൂർ തീരാൻ കുറച്ചു സമയം മാത്രമുള്ളപ്പോൾ. അങ്ങനെ കോണി പ്രിൻസിന്റെ മരണകാരണം ഷെർലക് തന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. സാധാരണ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ഷെർലക്കിന് കോൾ വരും, അവരുള്ള ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കും. പക്ഷെ ഈ പ്രാവശ്യം അതിലൊരു മാറ്റം സംഭവിച്ചു. ആ അമ്മുമ്മ ലൊക്കേഷൻ പറയുന്നതിനു പകരം തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ കില്ലറുടെ ശബ്ദത്തിന്റെ വിവരങ്ങളെക്കുറിച്ചും അയാളുടെ സംസാരത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കേട്ടതും ആ കില്ലർ അമ്മൂമ്മയ്ക്ക് നേരെ വെടിവെച്ചു. കൂടാതെ അമ്മൂമ്മ പിടിച്ചുവെച്ചിരുന്ന ആ ബിൽഡിംഗിൽ ബോംബും ബ്ലാസ്റ്റ് ചെയ്തു. ആ ബോംബ് ബ്ലാസ്റ്റിൽ 12 പേർ മരിച്ചു. ആ വിവരം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു അവരെ ആകെ വിഷമിപ്പിക്കുന്നു. ഉടനെ ഷെർലക്കിന് അടുത്ത മെസ്സേജ് വരുന്നു. അതൊരു റിവറിന്റെ ഫോട്ടോ ആയിരുന്നു. പിറ്റേ ദിവസം ആ പുഴയരികിൽ നിന്നും ഒരു ഡെഡ് ബോഡി ലഭിക്കുന്നു. മരിച്ചുപോയ ആളുടെ പേര് എലക്സ് എന്നായിരുന്നു. അയാളുടെ ബോഡി കണ്ടിട്ട് പോലീസുകാർക്ക് വേറെ ഒരു ക്ലൂവും കിട്ടുന്നില്ല. പക്ഷെ ആ ബോഡി കണ്ട് ഷെർലക് പറയുന്നു, ഇയാൾ ധരിച്ചിരിക്കുന്നതൊരു യൂണിഫോം ആവാനാണ് സാധ്യത. കാരണം അതൊരു കനം കൂടിയ പോളിസ്റ്റർ തുണിയിലാണ്. കൂടാതെ വോക്കി ടോക്കി തൂക്കിയിട്ടതിനുള്ള കൊളുത്തും അയാളുടെ പാൻസിലുണ്ട്. കാലിലെ ഞരമ്പുകളെല്ലാം കണ്ടിട്ട് കൂടുതലായി നടക്കേണ്ട ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ലണ്ടൻ നഗരത്തിൽ ഒത്തിരി സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവരിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ പണിയായിരിക്കും. പക്ഷേ മരിച്ച ആളുടെ കയ്യിൽ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ നൈറ്റ് ടൈമാണ് അലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ടൈമിൽ വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് ആവാനാണ് സാധ്യത. ഇയാൾ ധരിച്ചിരിക്കുന്ന യൂണിഫോമിൽ ഇയാൾ എവിടെ വർക്ക് ചെയ്തിരിക്കുന്നു എന്ന് ബാഡ്ജ് ഉണ്ടായിരുന്നു. അതാരോ മനഃപൂർവ്വം വലിച്ചു കീറിയെടുത്തിരിക്കുകയാണ്. അതിനർത്ഥം കില്ലറിന് ആ വിവരം നമ്മളിൽ നിന്നും മറച്ചുപിടിക്കണം. ഈ കൊല ചെയ്തിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലെ കൊല ചെയ്യുന്നത് ഒരാളേ ഉള്ളൂ. അവന്റെ പേരാണ് ഗോളൻ. നല്ല ഹൈറ്റിൽ ആജാനുബാഹു പോലെ ഒരുത്തനാണവൻ. പിന്നെയും മരിച്ചുപോയ ആളുടെ പോക്കറ്റിൽ നിന്നും ഒരു അഴകിയ ടിക്കറ്റ് പോലെ ഒരു പേപ്പർ ലഭിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇയാൾ ഒരു മ്യൂസിയത്തിലോ ഒരു തിയേറ്ററിലോ വർക്ക് ചെയ്യുന്ന നൈറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. ഈ വിവരങ്ങൾ വെച്ച് ഡിറ്റക്റ്റീവ് ഗ്രെക്കിനോട് അന്വേഷിക്കാൻ ഷെർലക് പറയുന്നു. ഇത്രയും വിവരങ്ങൾ വെച്ച് ഡിറ്റക്റ്റീവ് ഗ്രെക്ക് അയാൾ വർക്ക് ചെയ്തിരുന്നത് ഒരു ആർട്ട് ഗാലറിയിലാണെന്ന് കണ്ടുപിടിക്കുന്നു. ആദ്യം മരിച്ചുപോയ അലക്സിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ തിരക്കാമെന്ന് പറഞ്ഞ് വാട്സൺ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് വാട്സന് മനസ്സിലാവുന്നത് മരിച്ചുപോയ അലക്സ് ഒരു വാന നിരീക്ഷകനായിരുന്നു. അയാൾക്ക് ഈ സ്റ്റാർസും ഗാലക്സിയുമെല്ലാം ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അയാളുടെ വൈഫ് പറയുന്നു. കൂടാതെ അലക്സിന് അവസാനമായി ഒരു മെസ്സേജ് വന്നിരുന്നു. അത് ഒരു പ്രൊഫസറുടെ മെസ്സേജായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീ കണ്ടുപിടിച്ച വിഷയം സത്യമാണ്, വേഗം ഇങ്ങോട്ടേക്ക് വാ എന്നായിരുന്നു ആ മെസ്സേജ്. ആ മെസ്സേജ് അയച്ച പ്രൊഫസറുടെ പിന്നാലെ പോകും മുമ്പ് അലക്സിനെ കൊലപ്പെടുത്തിയ ഗോലൻ എന്ന കില്ലറെ കണ്ടുപിടിക്കാൻ വേണ്ടി ഷെർലോക്കും വാട്സണും പോവുകയാണ്. കാരണം അവനെ കണ്ടുപിടിച്ചാൽ എല്ലാ വിഷയവും മനസ്സിലാക്കാൻ പറ്റും. കാരണം ആരാണ് അവനെ കൊല്ലാൻ ഏൽപ്പിച്ചതെന്നും എന്തിനായിരുന്നുവെന്നുമെല്ലാം. പക്ഷെ അവരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഗോലൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ശരി,
ഇനി പ്രൊഫസറിന്റെ പുറകെ പോകാമെന്ന് പറഞ്ഞ് അവർ പ്രൊഫസറിനെ ശ്രമിക്കുകയാണ്. ഈ പ്രൊഫസറും സ്റ്റാർസിനെക്കുറിച്ചും ഗാലക്സിനെക്കുറിച്ചും എല്ലാം റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ തപ്പിപ്പിടിച്ച് അവരെ കണ്ടുപിടിച്ച് ഷെർലോക്കും വാട്സണും അവിടെ എത്തുമ്പോഴേക്കും ഗോലൻ അവിടെ വന്ന് പ്രൊഫസറെ കൊന്നുകളയുന്നു. ഷെർലക്ക് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഷെർലോക്കിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്നും ഒരുവിധം ഷെർലക്ക് രക്ഷപ്പെടുന്നു. ഗോലൻ അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നു. സാധാരണ പസലുകളിലെല്ലാം എന്തെങ്കിലും ഒരു ക്ലൂ ലഭിക്കും. പക്ഷേ ഈ കേസിൽ മാത്രം എല്ലാ ക്ലൂവും നശിപ്പിച്ചു കളയുന്നു. കൂടാതെ മറ്റു കേസുകളിലെല്ലാം ഇത്ര സമയം അനുവദിച്ചിട്ടുള്ളൂ എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിരിക്കും. പക്ഷേ ഈ കേസിലും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഷെർലക്ക് ചിന്തിക്കുന്നുണ്ട്. ഷെർലക്ക് നേരെ അലക്സ് വർക്ക് ചെയ്തിരുന്ന ആ ആർട്ട് ഗാലറിയിലേക്ക് പോവുകയാണ്. ഷെർലക്ക് അവിടെ ചെല്ലുമ്പോൾ ദ വെർമിയർ എന്ന ഒരു പെയിന്റിംഗ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ പെയിന്റിംഗ് വരച്ചത് 1640 വർഷത്തിലാണ്. ഇത് കാണാതെ പോയി പിന്നീട് നശിച്ചുപോയി എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഈ ആർട്ട് ഗാലറിയുമായി ബന്ധപ്പെട്ടവർ അത് തിരികെ കൊണ്ടുവന്നു എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. ഷെർലക്ക് അത് കണ്ടപ്പോൾ തന്നെ ആലോചിക്കുന്നു, അത് ഫേക്ക് ആകാൻ ചാൻസ് ഉണ്ട് എന്ന്. ആ സമയം ഷെർലക്കിന് ആ പിങ്ക് മൊബൈലിൽ കോൾ വരുന്നു. പക്ഷെ അപ്പുറത്ത് നിന്നും ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ഷെർലക്ക് പറയുന്നു, ഞാൻ ഈ പസിൽ സോൾവ് ചെയ്തു. ദ വാൻ ബ്യൂറൻ പെയിന്റിംഗ് ഒരു ഫേക്കാണ് എന്ന്. പക്ഷെ അപ്പുറത്തെ തലക്കിൽ നിന്നും ഒന്നും പറയുന്നില്ല. ശാന്തമായിരിക്കുന്നു. അപ്പോൾ ഷെർലക്ക് ചിന്തിക്കുന്നു, ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പോൾ ഇത് ശരിയാകാം. ഓക്കെ, ഞാനത് തെളിവോടുകൂടി പറയാം, എനിക്ക് കുറച്ച് സമയം താ എന്ന് പറഞ്ഞതും ഫോണിന്റെ തലക്കിൽ നിന്നും ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ 10, 9, 8 എന്ന് 10 സെക്കൻഡ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ 10 സെക്കൻഡ് തീരും മുമ്പ് ഷെർലക്ക് പറഞ്ഞ മാതിരി ആ പെയിന്റിംഗ് ഫേക്കാണെന്ന് തെളിയിക്കണം. അയ്യോ, അതെങ്ങനെ തെളിയിക്കുമെന്ന് ഷെർലക്ക് തല പുകഞ്ഞ് ചിന്തിക്കുകയാണ്. സെക്കൻഡ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാര്യം സ്പാർക്കാവുന്നു. ഓടിപ്പോയി മൊബൈലിലെടുത്തിട്ട് പറയുന്നു, ഇതൊരു ഫേക്ക് പെയിന്റിംഗ് ആണ്, കാരണം ഇതിൽ ദ വാൻ ബ്യൂറൻ സൂപ്പർനോവ ഉണ്ട് എന്ന്. അങ്ങനെ ആ പറഞ്ഞ നിമിഷം തന്നെ കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ കുട്ടിയുടെ അഡ്രസ്സ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഉടനെ പോയി പോലീസ് ആ കുട്ടിയെ അവിടെ നിന്നും രക്ഷിക്കുന്നു. അവിടെയുള്ള വാട്സനും മറ്റാളുകൾക്കുമൊന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ആ പെയിന്റിംഗ് ഫേക്കാണെന്ന് കണ്ടുപിടിച്ചതെന്ന്. അതെന്താണ് ദ വാൻ ബൂറൻ സൂപ്പർനോവ എന്ന് വാട്സൺ ചോദിക്കുന്നു. ദ വാൻ ബൂറൻ സൂപ്പർനോവ എന്നത് നമ്മൾ ആകാശത്ത് കണ്ടുപിടിച്ചത് 1858-ലാണ്. പക്ഷെ ഈ പെയിന്റിംഗ് വരച്ചത് അവകാശപ്പെടുന്നത് 1640-ലാണ്. ആ സമയത്ത് ഈ സൂപ്പർനോവ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ പെയിന്റിംഗ് ഫേക്കാണ്. അപ്പോൾ എന്തിനാണ് അലക്സിനെ കൊന്നത് എന്ന് ചോദിച്ചാൽ, ഈ വിഷയം അലക്സ് മനസ്സിലാക്കിയിരുന്നു. അലക്സ് ഇത് പുറത്തു പറയുമെന്ന് വിചാരിച്ചാണ് അലക്സിനെ കൊന്നത്. പക്ഷേ അലക്സിൽ നിന്നും പ്രൊഫസറും ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു. ഉടനെ പ്രൊഫസറെയും അവർ കൊന്നു. എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഒറിജിനലാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റിങ്ങിന്റെ വില 30 ബില്യണാണ്. ഡ്യൂപ്ലിക്കേറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിന് ഒരു വിലയും കിട്ടില്ല. അതുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. അങ്ങനെ ആ പസിൽ സോൾവായി. കുറച്ചു നാളത്തേക്ക് പുതിയ പസിലൊന്നും വന്നില്ല. അതുകൊണ്ടുതന്നെ ഷെർലോക്കും വാട്സനും കുറച്ചുനാൾ സമാധാനത്തോടെ ഇരുന്നു. ആ സമയം വാട്സൺ ഷെർലോക്കിന്റെ ചേട്ടൻ ഏൽപ്പിച്ച കേസിന്റെ പുറകെയായിരുന്നു. മരിച്ചുപോയ ആൻഡ്രൂവിനെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു. വേറെ എവിടെയോ വീടായിരുന്നിട്ടും നീ എന്തിനാടാ ഇവിടെ വന്ന് മരിച്ചു കിടന്നത്, മെമ്മറി സ്റ്റിക്ക് എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് ചുമ്മാ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഷെർലോക്ക് വന്നിട്ട്, എന്താ വാട്സൺ, എന്റെ സഹായം വേണോ എന്ന് ചോദിക്കുന്നത്. മരിച്ചുപോയ ആൻഡ്രൂ വാട്സൺ ഒരു ഗേൾഫ്രണ്ടുണ്ട്. അവളെ കണ്ട് കാര്യങ്ങൾ തിരക്കാമെന്നവർ പറയുന്നു. അവൾ പറയുന്നു, ആൻഡ്രൂ മരിച്ചു പോകുന്നതിന് തൊട്ടു മുന്നത്തെ ദിവസം അവളെ വന്ന് കണ്ടിരുന്നു. എന്തോ ഒരു സാധനം അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്നും ആ കാരണം കൊണ്ട് അവൻ വളരെ ടെൻഷനിലായിരുന്നു എന്നും അവൾ നമ്മളോട് പറയുന്നു. എന്തായിരുന്നു കാര്യമെന്ന് എന്നോട് പറഞ്ഞില്ല. എന്നോട് ദേഷ്യം പിടിച്ചവൻ അവിടുന്ന് പോയി. പിന്നെ അവൻ തിരിച്ചു വന്നിട്ടേയില്ല എന്നവൾ പറഞ്ഞു. ഓക്കെ, അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നവർ തിരിഞ്ഞു കണ്ടുപിടിക്കുന്നു. അങ്ങനെ അതിനു മുമ്പുള്ള ദിവസത്തിൽ അവനും അവന്റെ ബ്രദർ ഇൻ ലോയും കൂടി ബാറിലിരുന്ന് മദ്യപിച്ചിരുന്നു എന്ന് ഷെർലോക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ ആൻഡ്രോന്റെ ബ്രദർ ഇൻ ലോയെ പോയി കാണുന്നു. അവന് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി, കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആൻഡ്രോ ആ മിസൈൽ പ്ലാൻ അടങ്ങിയ മെമ്മറി സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞു. അത് ഈ ബ്രദർ ഇൻ ലോ നൈസായി അടിച്ചുമാറ്റി. മെമ്മറി സ്റ്റിക്കാണവാ ആൻഡ്രോ ആകെ ടെൻഷനായി. ആ കാര്യം അവൾ അവന്റെ ഗേൾഫ്രണ്ടിനോട് പറഞ്ഞു. അവിടെ നിന്നും തല്ലുകൂടി എടുത്തു വന്നു. അവിടെയും വഴക്കുണ്ടാക്കി. ആ വഴക്കിനിടയിൽ ആൻഡ്രോ കോണിപ്പടിയിൽ നിന്ന് താഴെ വീണു മരണപ്പെടുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ബ്രദർ ഇൻ ലോ അവന്റെ ബോഡി എടുത്ത്
തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന്റെ മീതെ ഇടുന്നു. അങ്ങനെ കുറേ ദൂരം ബോഡി ട്രെയിനിന്റെ മീതെ കിടന്ന് യാത്ര ചെയ്ത് ഏതോ ഒരു സ്റ്റേഷനിൽ നിലത്തേക്ക് വീഴുന്നു. സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ബ്രദർ ഇൻ ലോ സമ്മതിക്കുന്നു അയാളുടെ പക്കൽ മെമ്മറി സ്റ്റിക്ക് ഉണ്ടെന്നു. അങ്ങനെ ആ മെമ്മറി സ്റ്റിക്ക് തിരികെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ആ കേസും സോൾവ് ആയിരിക്കുന്നു. പിന്നെ അലക്സ് എന്ന സെക്യൂരിറ്റി ഗാർഡിനെ കൊന്ന കേസ്. ആ ആർട്ട് മ്യൂസിയത്തിൽ വർക്ക് ചെയ്തിരുന്ന അലക്സിനെ കൊന്നത് ആ മ്യൂസിയത്തിന്റെ ഓണറായ ആ ലേഡിയുടെ അറിവോടെയാണ്. കാരണം അവർക്കറിയാം ആ പെയിന്റിംഗ് ഫേക്ക് ആണെന്ന്. പക്ഷെ ആ പെയിന്റിങ്ങിന് ലഭിക്കുന്ന 30 മില്യൺ പൗണ്ട് ഷെയറിന് വേണ്ടിയാണ് അലക്സിനെയും അവർ കൊന്നത്. ഇതെല്ലാം മാസ്റ്റർ പ്ലാൻ ചെയ്തത് ഒരു ലീഡർ ഉണ്ടാവില്ലേ? അവനാരാണെന്ന് ആ ലേഡിയോട് ഷെർലോക്ക് ചോദിക്കുന്നു. അതിന് ഉത്തരമായി അവർ പറയുന്ന പേര് മോറിയാട്ടി എന്നാണ്. ആരാ ഈ മൊറിയാട്ടി? അവൻ എന്തിനാണ് നമ്മളോട് കളിക്കുന്നത്? ആദ്യം തന്നെ ആ സൈക്കോയെ ഏർപ്പാടാക്കിയത് മൊറിയാട്ടി എന്ന ഇവനാണ്. ഇപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നതും അവന്റെ മാസ്റ്റർ പ്ലാനാണ്. തനിക്ക് അവനെ നേരിട്ട് കാണണമെന്ന് ഷെർലോക്ക് വിചാരിക്കുന്നു. അതിനുവേണ്ടി ഷെർലോക്ക് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. തന്റെ കയ്യിൽ മിസൈൽ പ്ലാൻ അടങ്ങുന്ന ഒരു മെമ്മറി സ്റ്റിക്കുണ്ട്. ഞാനത് നിനക്ക് തരാം, നീ നൈറ്റിൽ കോൾ പവേഴ്സൺ മരണപ്പെട്ട ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് വരണമെന്ന് സൈറ്റിൽ മെസ്സേജ് ഇടുന്നു. ഷെർലോക്ക് പോയി അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരാൾ വലിയ ജാക്കറ്റ് ഇട്ടു വരുന്നു. അയാളെ കണ്ടതും ഷെർലോക്ക് ഹോംസ് ഞെട്ടുന്നു. നീയായിരുന്നോ ഇത്? കൂടെ നിന്ന് ചതിക്കുകയായിരുന്നോ എന്ന് ഷെർലോക്ക് ചോദിക്കുന്നു. ഷെർലോക്ക് ഞാൻ പറയുന്നതൊന്നു കേൾക്കൂ എന്നും പറഞ്ഞ് ആ ജാക്കറ്റ് തുറന്നു കാണിക്കുന്നു. വാട്സന്റെ ദേഹത്ത് മൊത്തം ബോംബുകൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. മൊറിയാർട്ടി വാട്സനെ പിടിച്ചിട്ട് ബോംബ് ഫിറ്റ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ദേഷ്യം വന്ന ഷെർലക്ക് മൊറിയാർട്ടി ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാടാ എന്നും പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ മൊറിയാർട്ടി അങ്ങോട്ടേക്ക് വരുന്നു. അത് കണ്ട് വീണ്ടും ഞെട്ടുകയാണ്. കാരണം അന്ന് ലാബിൽ വെച്ച് മോളി എന്ന ടെക്നീഷ്യന്റെ കൂടെ വന്ന ഒരു ബോയ്ഫ്രണ്ടില്ലേ, ജിം എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നില്ലേ, അവനാണ് യഥാർത്ഥത്തിൽ മൊറിയാർട്ടി. അവൻ വേണമെന്ന് വിചാരിച്ചാണ് ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് ഐബ്രോ എല്ലാം ട്രിം ചെയ്ത് വേറൊരു രൂപത്തിൽ ഷെർലക്കിന്റെ മുൻപിൽ വന്നു നിന്നത്. അല്ലെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഗസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കനെ പോലെ നിൽക്കുന്ന അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ മാസ്റ്റർ മൈൻഡ്. പാവം ഷെർലക്കിന് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ മൊറിയാട്ടിക്ക് ആ മെമ്മറി സ്റ്റിക്കിന്റെ ഒന്നും ആവശ്യമില്ല. ഷെർലക്ക് ഇങ്ങനെയാണോ കേസുകളില്ലാതെ ബോറടിച്ചിരുന്നത്, അതേപോലെ തന്നെയാണ് മൊറിയാർട്ടിക്കും ജീവിതം ബോറടിച്ചിരുന്നത്. ഈ ലോകത്തിലെ നമ്പർ 1 ക്രിമിനൽ മാസ്റ്റർ മൈൻഡാണ് മൊറിയാർട്ടി. അവനെ കണ്ട് മറ്റ് ക്രിമിനലുകൾ ഭയക്കണമെന്നവൻ ചിന്തിച്ചിരുന്നു. അവനെ തനിച്ചു കിട്ടിയെന്ന് കരുതി പെട്ടെന്ന് വാട്സണും ഷെർലക്കും അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ചിരിച്ചുകൊണ്ട് മൊറിയാർട്ടി പറയുന്നു, ഞാൻ എന്താ തനിച്ചു വരുമെന്ന് വിചാരിച്ചോ? അപ്പോഴേക്കും ഷെർലക്കിന്റെ ദേഹത്ത് കുറെ ലേസർ ഗണ്ണുകൾ പോയിന്റ് ചെയ്യുന്നു. അവർക്ക് ചുറ്റും കുറെ സ്നൈപ്പേഴ്സുണ്ട്. ഇപ്പോൾ നിന്നെ വെറുതെ വിടുന്നു, അധികം വൈകാതെ തന്നെ നമ്മൾ വീണ്ടും കാണുമെന്നും പറഞ്ഞ് മൊറിയാർട്ടി അവിടെ നിന്നു പോകുന്നു. ഉടനെ ഷെർലക്കും വാട്സന്റെ ദേഹത്തുള്ള ബോംബ് എടുത്തു മാറ്റുന്നു. പക്ഷെ മൊറിയാർട്ടി വീണ്ടും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നു, നിന്നെ ജീവനോടെ വിട്ടേച്ചു പോകാൻ എനിക്ക് തോന്നുന്നില്ല, നിന്നോട് ഞാൻ അവസാനമായി ഗുഡ് ബൈ പറയാൻ വന്നതാണ് എന്നും പറഞ്ഞ് ഷെർലക്കിന്റെ ദേഹത്തേക്ക് വീണ്ടും സ്നൈപ്പേഴ്സ് ഗണ്ണുകൾ പോയിന്റ് ചെയ്യുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഷെർലക്കും വാട്സണും ഗൺ പോയിന്റിൽ നിൽക്കുമ്പോൾ ഷെർലക്ക് പറയുന്നു, എന്നെ വെടിവെച്ചാൽ ഞാൻ മാത്രമല്ല നീയടക്കം ഇവിടെയുള്ള എല്ലാവരും മരിക്കും എന്നും പറഞ്ഞ് കയ്യിലുള്ള ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്തിരിക്കുന്നത് മാറ്റിയിട്ടിരുന്ന ബോംബിന്റെ മേലെയാണ്. ഇത് പൊട്ടിച്ചിതറി നീയടക്കം എല്ലാവരും മരിക്കും. ഇത് കേട്ടതും വേറെ വഴിയില്ലാതെ മൊറിയാട്ടിയും ടീമും അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഈ തവണയും മൊറിയാട്ടി കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ആ ക്രിമിനൽ മാസ്റ്റർ മൈൻഡിനെയും വീണ്ടും ഷെർലക്കിന്റെ കയ്യിൽ കിട്ടുമോ? നമുക്ക് വഴിയെ കാണാം. ആ സീനോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. കൂട്ടുകാരെ, ഫിലിം ടെല്ലർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.